പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവരെയും +1 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്നുള്ള ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഐ വിൽ ഫ്ലൈ, ഡോക്ടർ APJ അബ്ദുൽ കലാം നൽകിയ മനോഹരമായ സ്പീച്ചാണ്. ആ സ്പീച്ചിന്റെ വളരെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് നമ്മൾ പോവുകയാണ്. ബിഫോർ വി ബിഗിൻ ദ ലെസൺ, കൈൻഡ്ലി പ്ലീസ് ഗോ ത്രൂ ദിസ് കൊട്ടേഷൻ. Umbrella can't stop the rain, but can make us stand in rain. Confidence may not bring success, but gives us power to face any challenge in life. കുട എന്ന് പറയുന്നത് മഴയെ നിർത്താൻ വേണ്ടിയിട്ടുള്ളതല്ല, അല്ലേ? മഴയിൽ നിൽക്കാനുള്ളതാണ്. മഴ പെയ്യുമ്പോൾ നമുക്കെന്താണ്? നനയാതെ നിൽക്കാനുള്ളതാണ്. ആത്മവിശ്വാസം എന്ന് പറയുന്നത് വിജയത്തെ ഒരിക്കലും കൊണ്ടുവരില്ല. പക്ഷേ നമുക്ക് വിജയിക്കാൻ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഒരുപാട് വെല്ലുവിളികളെ നേരിടുമ്പോൾ നമ്മളെ ആ വെല്ലുവിളിയെ നേരിട്ട് മുന്നോട്ട് പോകാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് കോൺഫിഡൻസ് ആണ്. അപ്പോൾ വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് കോൺഫിഡൻസ് ആവശ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരാശയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മൾ ഈ ലെസണിലേക്ക് വരികയാണ്. ഐ വിൽ ഫ്ലൈ. വി ഓൾ നോ ദ പേഴ്സണാലിറ്റി ഡോക്ടർ APJ അബ്ദുൽ കലാം. എല്ലാവർക്കും അറിയാവുന്ന അബ്ദുൽ കലാമിനെ പറ്റിയിട്ട് കൂടുതൽ പറയേണ്ടതില്ല. He was the former president of India and he is known as the missile man of India. He is popularly known as People's President. On 15th October we celebrate World Students Day. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അബ്ദുൽ കലാം മഹാനായ ഒരു സയന്റിസ്റ്റാണ്. അദ്ദേഹം ഇന്ത്യയുടെ മുൻ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ജനങ്ങളുടെ പ്രസിഡന്റ് എന്നദ്ദേഹം അറിയപ്പെടുന്നു. ഇതൊക്കെ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കാവുന്നതാണ്. So as I told you, he is known as the missile man of India. Dr. APJ Abdul Kalam, the 11th president of India, died on 27th July 2015. അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ ആശയങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. On 15th October, the entire world celebrates World Students Day. അല്ലെ, ലോകം മുഴുവൻ വിദ്യാർത്ഥികളുടെ ദിനമായിട്ട് ആചരിക്കുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ബർത്ത്ഡേയിലാണ്. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അബ്ദുൽ കലാമിനെ അത്ര കണ്ട് ലോക നേതാക്കളും ജനങ്ങളൊക്കെ ഒരു നല്ല വ്യക്തിയായിട്ട് കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു വലിയൊരു അംഗീകാരമാണ്, അല്ലേ? വേൾഡ് സ്റ്റുഡൻസ് ഡേ സെലിബ്രേറ്റഡ് ഓൺ 15th October. കൈൻഡ്ലി പ്ലീസ് റിമെമ്പർ ദാറ്റ് പോയിന്റ്. വളരെ പ്രധാനമായിട്ടും ആ ഒരു ആശയം ഓർത്തിരിക്കുക. വിങ്സ് ഓഫ് ഫയർ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഓട്ടോബയോഗ്രാഫിയുടെ പേരാണ്, അല്ലേ? അദ്ദേഹം എഴുതിയിരിക്കുന്ന ആത്മകഥയുടെ പേരാണത്. നിങ്ങളെല്ലാവരും അത് വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഐ വിൽ ഫ്ലൈ എന്നുള്ളത് ഒരു സ്പീച്ചാണ്. അബ്ദുൽ കലാം കൊടുത്ത ഒരു സ്പീച്ചാണ്. ആക്ച്വലി ദിസ് വാസ് എ സ്പീച്ച് ഡെലിവേർഡ് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം ടു എ സെറ്റ് ഓഫ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് അറ്റ് പാവേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ 13th October 2013. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഐ വിൽ ഫ്ലൈ എന്നുള്ളത് അദ്ദേഹം ഒരു കൂട്ടം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് കൊടുത്ത ഒരു സ്പീച്ചിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ആണ്. Its original title was Have a Great Goal, Have a Good Goal to Soar High എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ യഥാർത്ഥ ടൈറ്റിൽ. അതാണ്. നമ്മൾ എന്തായാലും അതിൻ്റെ ഒരു അഡീഷണൽ ആശയമായിട്ട് മാത്രം ഇത് ഓർത്താൽ മതി. Now let's begin the speech. Kindly please open your textbook at page number 15. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു, there is a poem. When you wish upon a star, makes no difference who you are. Anything my heart desires will come to you. നോക്കൂ, ഈ ഒരു സോങ് വളരെ പ്രധാനപ്പെട്ട ഒരു സോങ് ആണ്. ആനിമേറ്റഡ് ക്ലാസിക് മൂവി ആയിട്ടുള്ള പിനാക്കിയോയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്ന സോങ് കൂടിയാണിത്. ആൻഡ് ദിസ് സോങ് ഹൈലൈറ്റ്സ് വിഷസ്, ഡ്രീംസ്, മാജിക്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു സോങ്ങിലൂടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. When you wish upon a star, makes no difference who you are. Anything my heart desires will come to you. This song is about how dreams can come true. എങ്ങനെയാണ് സ്വപ്നങ്ങൾ, അല്ലേ, നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. And the message is that every wish can come true. നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നടക്കുമെന്നുള്ള ഒരു വലിയ ആശയത്തെയും അത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. Now let's think of the importance of dreams. നമ്മളിപ്പോൾ കണ്ട കവിതയിലും എന്താണ്, സ്വപ്നങ്ങളെ പറ്റിയിട്ടും പറയുന്നുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. മേ ബി യു ആർ ഹൈലി ഫെമിലിയർ വിത്ത് ദിസ് കൊട്ടേഷൻ. ഡ്രീം ഡ്രീം ഡ്രീം. ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. അല്ലെ, സ്വപ്നം കാണൂ, സ്വപ്നം കാണൂ,
സ്വപ്നങ്ങളെ ചിന്തകളാക്കൂ, ചിന്തകളെ പ്രവൃത്തികളാക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബ്ദുൽ കലാം എത്രയോ പ്രാവശ്യം ഈ ഒരു വാക്കുകളുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ പല ആളുകളും കേട്ടിട്ടുണ്ട്. Now what is dream? എന്താണ് ഈ സ്വപ്നം എന്ന് പറയുന്നത്? Dream is not what you see in sleep. Dream is something which doesn't let you sleep. സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, നമ്മെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കൊട്ടേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. Now let's come to the chapter and its explanation. The youth of the past have continuously contributed to the world of today in many fields. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളായിട്ട് എടുക്കുകയാണെങ്കിൽ യുവാക്കളും യുവതികളും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടും ലോകത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടും ഒരുപാട് സംഭാവനകൾ കൊടുക്കുന്നുണ്ട്. Today the youth does not have to fear about their future. ഇന്നത്തെ ലോകത്ത് യുവാക്കൾക്കും യുവതികൾക്കും പേടിക്കേണ്ട ആവശ്യങ്ങളില്ല, ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിടക്കുകയാണ്. Now you may please look at the main idea. The ignited mind of the youth is the most powerful resource on the earth, above the earth and under the earth. നോക്കൂ, വളരെ പ്രധാനമായിട്ട് അബ്ദുൽ കലാം കൊടുക്കുകയാണ്. ദ ഇഗ്നൈറ്റഡ് മൈൻഡ്, അല്ലെ, ജ്വലിക്കുന്ന മനസ്സുകളുള്ള യുവാക്കളും യുവതികളുമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള റിസോഴ്സ് എന്ന് പറയുന്നത്. ദ ടോപ്പിക് ഐ വിൽ ടോക്ക് ടു യു ടുഡേ ഈസ് ഐ ആം ബോൺ വിത്ത് വിങ്സ്. ഇന്ന് കലാം സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പേരെന്ന് പറയുന്നത് ഐ ആം ബോൺ വിത്ത് വിങ്സ്. ഞാൻ ചിറകുകളാൽ ജനിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ടോപ്പിക്കാണ് അദ്ദേഹം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയത്തെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നു. കൈൻഡ്ലി പ്ലീസ് ബെയർ ഇൻ മൈൻഡ്, കൈൻഡ്ലി പ്ലീസ് റിമെമ്പർ ദീസ് പോയിന്റ്സ്. ഈ ഒരു കൊട്ടേഷൻ എല്ലാവരും ഓർത്തിരിക്കുക, ഈ ഒരു ലൈൻസ് എല്ലാവരും ഓർത്തിരിക്കുക. ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദി യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദി എർത്ത്, എബവ് ദി എർത്ത് ആൻഡ് അണ്ടർ ദി എർത്ത്. നോക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ട കൊട്ടേഷനായിട്ട് തന്നെ നമ്മൾ എല്ലാവരും ഓർത്തിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്, ശക്തിയുള്ള ഉറവിടം, അല്ലെ, അതിൻ്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഉറവിടം എന്ന് പറയുന്നത് ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദി യൂത്ത് ആണ്. ജ്വലിക്കുന്ന, അല്ലെ, എപ്പോഴും ഇങ്ങനെ കത്തുന്ന ആ ഒരു ആശയത്തെ വെച്ചുകൊണ്ടാണ് അബ്ദുൽ കലാം ഈ ഒരു കൊട്ടേഷൻ, അല്ലെങ്കിൽ ഈ ഒരു ആശയം ഇവിടെ കൊടുക്കുന്നത്. കലാം ഇനാഗുറേറ്റഡ് എ പ്രോഗ്രാം റെഫേർഡ് ടു അസ് ശാസ്ത്രായൻ, വിച്ച് മീൻസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. കലാം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്പീച്ച് കൊടുക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ശാസ്ത്രായൻ എന്ന പ്രോഗ്രാം, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ് എന്നുള്ളതാണ്. ശാസ്ത്രത്തിൻ്റെ പ്രചാരണം, അല്ലേ. ശാസ്ത്രം നമുക്ക് എല്ലാവർക്കും അറിയാം, സയൻസ്, സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് എനിത്തിങ്. എന്തിനെ പറ്റിയിട്ടും സിസ്റ്റമാറ്റിക്കായി പഠിക്കുമ്പോൾ അത് ശാസ്ത്രമാണ്. ഇറ്റ് വാസ് കണ്ടക്റ്റഡ് അറ്റ് പറവൂർ വില്ലേജ് നിയർ കൊച്ചി ഇൻ 2012 to prepare 2,000 students from different schools in the village towards making them eligible to be engineers, doctors, qualified managers and civil servants. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ശാസ്ത്ര എന്ന പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2000-ഓളം വിദ്യാർത്ഥികളെ അവരെ എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ക്വാളിഫൈഡ് മാനേജേഴ്സും ഒക്കെ ആക്കി മാറ്റാനുള്ള ഒരു പ്രോഗ്രാമാണത്. അതിലൂടെ ബെനിഫിറ്റ് ലഭിക്കുന്ന എത്ര പേർക്കാണ്? 2000-ഓളം ഫാമിലീസിനാണ് അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, ഇത് വലിയൊരു പ്രോഗ്രാമാണ്. ആ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കലാംസ് ഇനാഗുറൽ വാസ് ഓൺ ദ ടോപ്പിക് സയൻസ് എംപവേഴ്സ് നേഷൻ. അപ്പോൾ അന്നത്തെ ടോപ്പിക്കിൽ കലാം സംസാരിച്ച ടോപ്പിക് ഇതായിരുന്നു. അന്നത്തെ ആ ഒരു മീറ്റിംഗിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൽ, സയൻസ് എംപവേഴ്സ് നേഷൻ. ഡ്യൂറിംഗ് ദ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ എ ടീനേജർ ആസ്ക്ഡ് ഹിം എ ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, അബ്ദുൽ കലാമിൻ്റെ എല്ലാ സ്പീച്ചിൻ്റെ അവസാനം വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓഡിയൻസ് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഒരു ടീനേജ്, അല്ലെ, ആ ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടി അദ്ദേഹത്തോട് വളരെ ട്വിസ്റ്റിംഗ് ആയി, വളരെ കൺഫ്യൂസിംഗ് ആയ ഒരു ചോദ്യം ചോദിക്കുന്നത്. The teenager told him that he did not have confidence. His ambition is to become a marine engineer. He wants to achieve his dream and he wants to succeed in his career. നോക്കൂ, ആ കുട്ടിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു മറൈൻ എഞ്ചിനീയർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അവൻ ചെയ്യേണ്ടത്, അവൻ എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചോദ്യത്തിൽ, മറൈൻ എഞ്ചിനീയർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിത്രം കാണാം, ഈ ഒരു ഷിപ്പിലൊക്കെ വലിയ ജോലിയാണ്, അല്ലേ, വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. അപ്പോൾ അത്തരത്തിലൊരു ജോലി ലഭിക്കണമെന്ന് ആ കുട്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഇൻ ദ എൻഡ് ഹി ആസ്ക് അബ്ദുൽ കലാം ഹൗ ക്യാൻ ഹി അച്ചീവ് ഹിസ് ഡ്രീം. അപ്പോൾ അബ്ദുൽ കലാമിനോട് ചോദിച്ച ചോദ്യം ഇതാണ്, എനിക്ക് ഈ ഒരു സ്വപ്നങ്ങളൊക്കെ എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഡോക്ടർ കലാം വാസ് കംപ്ലീറ്റ്ലി സർപ്രൈസ്ഡ്, ഈവൻ എൻറ്റയർ ദി ഓഡിയൻസ്, ദ പീപ്പിൾ ഓൺ ദ ഡൈസ്. നോക്കൂ, ആ ഒരു സ്റ്റേജിലുള്ള ആളുകളും ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി.
നോക്കൂ, ഈ ഒരു ചോദ്യം എന്താണ് അബ്ദുൽ കലാമിനോട് ചോദിച്ചപ്പോൾ എന്താ ഉത്തരമാണ് അബ്ദുൽ കലാം കൊടുക്കാൻ പോകുന്നത്? അബ്ദുൽ കലാം ആ കുട്ടിക്ക് മറുപടി ഇങ്ങനെയാണ് കൊടുത്തത്. He appreciated the boy for asking the question and told him that he echoed the voices of millions of children all over India. അബ്ദുൽ കലാം ആ കുട്ടിയെ വളരെ നന്നായിട്ട് അഭിനന്ദിക്കുകയാണ് ഉണ്ടായത്. ആ കുട്ടിയോട് പറഞ്ഞു, നീ ശരിക്കും പറഞ്ഞാൽ ചോദിച്ച ആ ചോദ്യം ഒരുപാട് കുട്ടികളായിട്ടുള്ള ആളുകൾ എന്നോട് ആഗ്രഹിച്ച ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ നിന്റെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. Then he recited a beautiful poem named I Will Fly. അബ്ദുൽ കലാം ആ കുട്ടിക്ക് ആൻസർ കൊടുക്കുന്നത് ഐ വിൽ ഫ്ലൈ എന്നുള്ള മനോഹരമായൊരു പോയം അവിടെ അവതരിപ്പിച്ചുകൊണ്ടാണ്. ആ പോയം യഥാർത്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു പേർഷ്യൻ പോയിറ്റ് ആയിട്ടുള്ള ജലാലുദ്ദീൻ റൂമിയാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ്, ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടാണ് അദ്ദേഹം ഈ ഒരു പോയം ആ കുട്ടിയുടെ മുമ്പിൽ, ആ ഓഡിയൻസിന് മുമ്പിൽ, ആ വലിയ ജനക്കൂട്ടത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. I will fly. I am born with potential. I am born with the goodness and trust. I am born with ideas and dreams. I am born with the greatness. I am born with confidence. I am born with wings. So I am not meant for crawling. I have wings. I will fly and fly. അപ്പോൾ അബ്ദുൽ കലാം ഞാൻ പറക്കും എന്നുള്ള മനോഹരമായ ഒരു കവിത ആ കുട്ടിയുടെ മുമ്പിൽ വെച്ച് അവതരിപ്പിക്കുകയാണ്. ഞാൻ കഴിവുകളോടെയാണ് ജനിച്ചിരിക്കുന്നത്. ഞാൻ നന്മയോടെയും വിശ്വാസത്തോടെയുമാണ് ജനിച്ചിരിക്കുന്നത്. ഞാൻ ആശയങ്ങളുടെയും സ്വപ്നങ്ങളോടെയുമാണ് ജനിച്ചിരിക്കുന്നത്. ഞാൻ ശ്രേഷ്ഠതയോടെയാണ് ജനിച്ചിരിക്കുന്നത്. ഞാൻ ആത്മവിശ്വാസത്തോടെയാണ് ജനിച്ചിരിക്കുന്നത്. ഞാൻ ചിറകുകളോടെയാണ് ജനിച്ചിരിക്കുന്നത്. സോ ഐ എം നോട്ട് മെന്റ് ഫോർ ക്രൗളിംഗ്. അതുകൊണ്ട് ഞാൻ എഴയാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഐ ഹാവ് വിങ്സ്. എനിക്ക് ചിറകുകളുണ്ട്. ഞാൻ പറക്കും. നോക്കൂ, കുട്ടിക്ക് വളരെ രസകരമായ ഒരു ആൻസറാണ് അബ്ദുൽ കലാം കൊടുക്കുന്നത്. ഹി ഇൻസ്റ്റിൽഡ് കറേജ് ആൻഡ് കോൺഫിഡൻസ് ഇൻ ദ ബോയ് ബൈ റിസൈറ്റിംഗ് ദാറ്റ് പോയം. ആ ഒരു പോയം അദ്ദേഹം മനോഹരമായി ചൊല്ലിക്കൊണ്ട് ആ കുട്ടിയുടെ മനസ്സിലേക്ക് ആത്മവിശ്വാസവും കോൺഫിഡൻസ് ഒക്കെ അല്ലെങ്കിൽ പറയുന്ന പോലെ ധൈര്യമൊക്കെ പകർന്നു കൊടുക്കുകയാണ്. ഹി ആസ്ക്ഡ് ഹിം ടു ഫ്ലൈ using his wings of goodness, trust, potentialities, greatness and confidence. അപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞു, നീ നിന്റെ നന്മ ഉപയോഗിച്ചുകൊണ്ട്, നിന്റെ വിശ്വാസം ഉപയോഗിച്ചുകൊണ്ട്, നിന്റെ പൊറ്റൻഷ്യാലിറ്റീസ്, നിന്റെ ടാലൻറ്റ്സ്കേപ്പ്, നിന്റെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട്, നിന്റെ ഗ്രേറ്റ്നെസ് ഉപയോഗിച്ചുകൊണ്ട്, നിന്റെ കോൺഫിഡൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നീ പറക്കുക. കുട്ടിയോട് പറഞ്ഞ ആശയം ഇതാണ്, നീ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. He wants everyone to believe that he or she is born with some potential, ideas and dreams. അല്ലേ, ഈ ലോകത്തുള്ള എല്ലാ കുട്ടികളും ജനിച്ചിരിക്കുന്നത് ഒരുപാട് കഴിവുകളോട് കൂടിയിട്ടാണ്. ഒരുപാട് ആശയങ്ങൾ അവർക്കുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളും അവർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ കുട്ടിക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകിക്കൊണ്ടാണ് അബ്ദുൽ കലാം മറുപടി കൊടുക്കുന്നത്. യു ആർ ബോൺ വിത്ത് വിങ്സ്, ഡോൺ ക്രൗൾ, ലേൺ ടു യൂസ് ദം ടു ഫ്ലൈ. കണ്ടോ, നമ്മളെല്ലാവരും ചിറകുകളാൽ ജനിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ എഴയാനല്ല, പറക്കാൻ വന്നിരിക്കുന്നവരാണ്. പറക്കുക, നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറക്കുക. എന്നാൽ ശ്രദ്ധിക്കുക, നമ്മൾ പറക്കുന്ന സമയത്ത് അവർ പേരൻസ്, ടീച്ചേഴ്സ് ആൻഡ് വെൽ വിഷേഴ്സ് അഡ്വൈസ് അസ് ടു ബിക്കംസ് ലൈക്ക് സംബഡി. അല്ലേ, പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ പേരൻസ്, നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന വെൽ വിഷേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ മറ്റുള്ളവരാകാനായിട്ട് നമ്മളോട് ഇങ്ങനെ പറയാറുണ്ട്. നീ അവനെ നോക്കി പഠിക്കുക, അല്ലേ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഓൾ ദ പീപ്പിൾ ടെൽ യു ടു ബി സംബഡി എൽസ്. മറ്റുള്ളവരായി മാറാനായിട്ട് എപ്പോഴും നമ്മളെ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ബട്ട് കലാം സേസ് യു ഹാവ് ടു ബി ഓൾവേസ് യുവർ സെൽഫ്. നിങ്ങളായിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ദാറ്റ് മീൻസ് ഹി ഈസ് ഹൈലൈറ്റിംഗ് യുണീക്നെസ്. അല്ലേ, നമ്മളൊരു തനതായ വ്യക്തികളായിട്ട് മാറുക എന്നുള്ള ഒരാശയത്തെ അബ്ദുൽ കലാം അവിടെ ഹൈലൈറ്റ് ചെയ്യണം. ആൻഡ് ഹൗ ക്യാൻ ബി യുണീക്ക് ഇൻ അവർ ലൈഫ് അക്കോർഡിംഗ് ടു ഡോക്ടർ APJ അബ്ദുൽ കലാം? യു ക്യാൻ ബി യുണീക്ക് ബൈ ബീയിങ് യുവർ സെൽഫ്. നിങ്ങളായിക്കൊണ്ടാണ് നിങ്ങൾ യുണീക്ക് ആകേണ്ടത്, അല്ലാതെ മറ്റുള്ളവരെ നോക്കിക്കൊണ്ടല്ല യുണീക്ക് ആകേണ്ടത്. അപ്പോൾ നമ്മൾ യുണീക്ക് ആകുമ്പോൾ ദർ ആർ മെനി ചലഞ്ചസ് വി ഹാവ് ടു ഫേസ്. ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ നേരിടേണ്ടി വരും. The challenge is that you have to fight the hardest battle which any human being can ever imagine and never stop your fighting until you reach your destined place. അപ്പോൾ നോക്കിക്കോളൂ, അബ്ദുൽ കലാം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. പ്രിയപ്പെട്ട യുവാക്കളെ, മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും കഠിനമായി ആ യുദ്ധം, ആ വെല്ലുവിളി വിജയിക്കുന്നവരെ അവസാനിപ്പിക്കാൻ കഴിയാത്ത ഒരു പോരാട്ടമാണ്. അങ്ങനെ ആ പോരാട്ടം നടത്തിക്കൊണ്ട് നിങ്ങൾ വ്യത്യസ്തരായിട്ട് മാറുക എന്നുള്ളതാണ്. അബ്ദുൽ കലാം വളരെ പ്രധാനപ്പെട്ട ആശയത്തെ അത് ഹൈലൈറ്റ് ചെയ്യാണ്. ദ ഹാർഡസ്റ്റ് ബാറ്റിൽ ഇൻ ലൈഫ് ഷുവർലി വിൽ ഹെൽപ്പ് us ടു റീച്ച് ദ ഡെസ്റ്റിൻഡ് പ്ലേസ് ഇൻ എ യുണീക്ക് വേ. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അഡ്വേഴ്സിറ്റീസ്, ഒരുപാട് ലിമിറ്റേഷൻസ്, അല്ലേ,
ഒരുപാട് കുറവുകൾ നമുക്കുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് അഡ്വേഴ്സിറ്റീസ് അല്ലേ, പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ നമുക്കുണ്ടാവും. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ നിങ്ങളായി മാറുമെന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുകയാണ്. സോ വി ക്യാൻ ബി യുണീക്ക്. അങ്ങനെ നിങ്ങൾക്ക് യുണീക്കായി മാറാൻ സാധിക്കുമെന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നു. നോക്കുകയുള്ളൂ, അബ്ദുൽ കലാം എങ്ങനെയാണ് യുണീക്കാകാൻ സാധിക്കുക എന്നുള്ള ആശയങ്ങളെ വീണ്ടും ഹൈലൈറ്റ് ചെയ്യാണ്. കൈൻഡ്ലി പ്ലീസ് പോസ് ദിസ് വീഡിയോ ആൻഡ് റീഡ് ഇറ്റ്. ഈ ഒരു വീഡിയോ പോസ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അബ്ദുൽ കലാം പറയുന്ന ആശയങ്ങളെ ഞാൻ വീണ്ടും പറയേണ്ടതില്ല, നിങ്ങൾ നോക്കുക. Now every day you have to speak these 5 sentences. I am the best. I can do it. God is always with me. I am a winner. Today is my day. നോക്കൂ, അബ്ദുൽ കലാം ഓരോ കുട്ടികളോടും പറയുന്ന ഒരു ആശയമാണല്ലേ, ഐ ആം ദ ബെസ്റ്റ്, ഞാനാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഐ കൻ ഡു ഇറ്റ്, എനിക്ക് ചെയ്യാൻ സാധിക്കും. ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ, എപ്പോഴും ഈശ്വരൻ എന്നോടൊപ്പം ഉണ്ട്. ഐ ആം എ വിന്നർ, ഐ ആം നോട്ട് എ ലൂസർ, ഞാൻ എപ്പോഴും ഒരു വിന്നർ ആണല്ലേ, വിജയിക്കുന്ന വ്യക്തിയാണ്. ടുഡേ ഈസ് മൈ ഡേ, ഇന്ന് ഞാൻ എൻ്റെ ദിവസത്തെ ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങളെ അബ്ദുൽ കലാം പറയുകയാണ്. ആൻഡ് യു മേ പ്ലീസ് റിമെമ്പർ, സ്റ്റോപ്പ് കമ്പയറിംഗ് യുവർ സെൽഫ് ടു അതർ പീപ്പിൾ ബിക്കോസ് യു ആർ സപ്പോസ് ടു ബി യുണീക്ക്. നമ്മൾ ഒരു കാരണവശാൽ നമ്മളെ വെച്ചുകൊണ്ട്, നമ്മുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളൊക്കെ വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് കമ്പയർ ചെയ്യരുത്. നമുക്ക് സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മളാവുക എന്നുള്ളതാണ്. യു ആർ എ യുണീക്ക് പേഴ്സണാലിറ്റി. ഗോഡ് ഹാസ് സ്പെഷ്യലി ക്രിയേറ്റഡ് യു. ഈവൻ യുവർ ടങ് പ്രിന്റ് ഈസ് ഓൾസോ ഡിഫറെൻറ്റ് അല്ലേ. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ടങ് പ്രിന്റ് പോലും വളരെ വ്യത്യസ്തമാണെന്ന് സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സും വ്യത്യസ്തമായിരിക്കുന്ന പോലെ തന്നെ ഇതിനും യുണീക്ക്നെസ് ഉണ്ടെന്നൊക്കെ പറയുകയാണ്. നമ്മൾ ഈ യുണീക്ക്നെസ് ആവാൻ, അല്ലെങ്കിൽ നമ്മളാകുമ്പോൾ ഒരുപാട് വിജയിക്കാനൊന്നും സാധ്യതകളില്ല, നമ്മൾ ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അബ്ദുൽ കലാം പറയുകയാണ്, ഫെയിൽ മീൻസ് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. നോക്കൂ, നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ അല്ലേ ഒരു ശ്രമമാണത്. ആ ശ്രമത്തെയാണ് ഫെയിൽ എന്ന വാക്കുകൊണ്ട് അബ്ദുൽ കലാം മനോഹരമായിട്ട് പറഞ്ഞു വെക്കുന്നത്. If you want to shine like a sun, first burn like a sun. If you want to be a shining star, you have to burn like a star. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊരു ഒരു നക്ഷത്രമാകണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, നക്ഷത്രത്തെ പോലെ സ്വയം കത്തിയിരിക്കണം, എങ്കിലാണ് നക്ഷത്രമാവാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ആൻഡ് സ്റ്റുഡൻസ്, യു മേ പ്ലീസ് നോട്ട് ദ 4 keys of success. ഇത് അബ്ദുൽ കലാം കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട 4 വിജയത്തിന്റെ താക്കോലുകളാണ്. ഏതൊക്കെയാണത്? ഹാവ് എ ഗ്രേറ്റ് എയിം. ഓൾവേസ് റിമെമ്പർ, യു ഷുഡ് ഹാവ് എ ഗ്രേറ്റ് എയിം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, എ മാൻ വിത്തൗട്ട് എ ഗോൾ ഈസ് ലൈക്ക് എ ഷിപ്പ് വിത്തൗട്ട് എ റഡാർ. നമുക്ക് എപ്പോഴും ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ലേ. മനുഷ്യന് ലക്ഷ്യമുള്ളതുപോലെ തന്നെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. Now the second one is continuously acquire knowledge. നമ്മൾ from birth to death we are learning അല്ലേ. നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കിക്കോളൂ, എവറി ടൈം വി ഹാവ് ടു ലേൺ. എപ്പോഴും അറിവുകളെ സമ്പാദിച്ചുകൊണ്ടേയിരിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വർക്ക് ഹാർഡ്, നമ്മൾ എപ്പോഴും നന്നായിട്ട് കഠിനമായിട്ട് പരിശ്രമിക്കുക. പെർസിവറൻസ്, വി ഓൾ നോ വാട്ട് ഈസ് പെർസിവറൻസ്. ദാറ്റ് മീൻസ് continue to do something again and again അല്ലേ. സ്ഥിരോത്സാഹവും നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. സോ കൈൻഡ്ലി പ്ലീസ് ബെയർ ദീസ് 4 points in your minds. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട 4 പ്രധാനപ്പെട്ട ആശയങ്ങളെ ഡോക്ടർ APJ അബ്ദുൽ കലാം വളരെ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. സക്സസ് ഈസ് വെൻ യുവർ സിഗ്നേച്ചർ ചേഞ്ചസ് ടു ഓട്ടോഗ്രാഫ് അല്ലേ. നമ്മുടെ ആ ഒരു വിജയം എന്ന് പറയുന്നത് എത്രയോ വലിയ ആശയങ്ങളുമായിട്ടാണ് അബ്ദുൽ കലാം അല്ലേ കമ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. Now let's go for a textual activity. Imagine that you get the opportunity to address class 10 students before the public examination. On the basis of Dr. Kalam's message, prepare a speech to motivate and prepare them for the examination. അപ്പോൾ നമുക്ക് ഇതൊരു സ്പീച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്തായാലും ഈ സ്പീച്ചിൻ്റെ ഒരു തുടക്കം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. Respected principal, teachers and my dear friends, a warm good morning to one and all. Today I would like to speak a few words on the topic how to prepare well for your public examination. അപ്പോൾ എന്തായാലും അതിൻ്റെ തുടക്കം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അടുത്ത പേജുകളിലും അല്ലെങ്കിൽ അടുത്ത സ്ലൈഡുകളിലും നിങ്ങൾക്ക് അതിൻ്റെ മനോഹരമായിട്ടുള്ള എക്സ്പ്ലനേഷൻസും കൂടുതൽ ഡീറ്റെയിൽസും കാണാൻ സാധിക്കുന്നു. എന്തായാലും നിങ്ങളെല്ലാവരും ഇത് പോസ്റ്റ് ചെയ്തതിന് ശേഷം, ഈ വീഡിയോ അല്പം പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. Kindly please learn this poem by heart.
നമ്മൾക്കൂടെ കൊടുത്തിരിക്കുന്നത് ഐ എം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ, ഐ എം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്, ഐ എം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. ഈ ഒരു പോയം എല്ലാവരും ബൈ ഹാർട്ട് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിൽ ഓർത്ത് വെച്ച് പഠിക്കുക. നമുക്കത് എക്സാമിനേഷൻ ആവശ്യമുണ്ട്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പോകുന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ അതിൻ്റെ അവസാനത്തെ പാർട്ടുകളൊക്കെ നമ്മൾ നേരത്തെ കണ്ട ആശയങ്ങൾ തന്നെയാണ്, അതിനെല്ലാം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കൊടുത്തിരിക്കുകയാണ്. സോ യു മേ പ്ലീസ് റിമെമ്പർ, ഈ ഒരു ലെസണിൽ അബ്ദുൽ കലാം പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്തത് ഐ വിൽ ഫ്ലൈ, നമുക്ക് പറക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ കൈൻഡ്ലി പ്ലീസ് ബെയർ ഇൻ മൈൻഡ്, വി ഓൾ ഹാവ് ദ വിങ്സ്, വി ആർ ഓൾ ബോൺ വിത്ത് പൊട്ടൻഷ്യൽ, വി ആർ ഓൾ ബോൺ വിത്ത് ടാലൻസ്, വി ഹാവ് ദ വിങ്സ് ആൻഡ് വി ഹാവ് ടു ഫ്ലൈ. നമുക്ക് ചിറകുകളുണ്ടെന്ന കാര്യം എപ്പോഴും ഓർക്കുക. ഏതായാലും ഈ ഒരു നോട്ട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ശ്രദ്ധിച്ച എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ക്ലാസ്സുകൾ വളരെ സ്പീഡായി പോയിട്ടുണ്ട്. പറ്റുന്നത്രയും ആശയങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ആക്ടിവിറ്റീസ് നിങ്ങളെല്ലാവരും ടെക്സ്റ്റിൽ ഉള്ള ആക്ടിവിറ്റീസ് ഉണ്ട്, അത് നോക്കുക. നമ്മുടെ ഈ ഒരു നോട്ട്സുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്, അതും ശ്രദ്ധിക്കുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ലോട്ട്.